നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി M സുരാജ്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, TMC സ്ഥാനാർത്ഥി PV അൻവർ എന്നിവർ പത്രിക സമർപ്പിക്കും. UDF നിലമ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ വൈകുന്നേരം 3-ന് കോടതിപ്പടിയിലാണ് കൺവെൻഷൻ ഉള്ളത്. CV അനുമോദും MS അനീഷ് കുമാറുമാണ് നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം CV അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ നിലമ്പൂരിലെ പൊതുചിത്രം, അതായത് ഇന്ന് സ്ഥാനാർത്ഥികൾ എല്ലാവരും ആര്യാടൻ ഷൗക്കത്ത് ഒഴിച്ച് ബാക്കി എല്ലാവരും പത്രിക സമർപ്പിക്കുന്ന ദിവസമാണ്. പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസമാണ്. അപ്പോൾ മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നതൊക്കെ അടക്കം, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാനുള്ള ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ പൊതുചിത്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അത് UDF-അകത്തും പുറത്തുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് എത്രത്തോളം UDF-ന് പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാഹചര്യവും നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ മുന്നണിക്കുള്ളിൽ തന്നെ മുന്നണി സമവാക്യങ്ങളെ പോലും പൊളിച്ചെഴുതുന്ന തരത്തിൽ, തകർക്കുന്ന തരത്തിലേക്ക് ഈ വിവാദം ചെന്ന് നിൽക്കുന്നു എന്നതല്ലേ സാഹചര്യം. സതീശൻ ഒറ്റൊരാൾ കാരണം അൻവർ എന്ന സ്വാധീന ശക്തിയെ UDF-ന് നഷ്ടമായി എന്ന വിലയിരുത്തൽ ലീഗിനുണ്ട്. മാത്രമല്ല, ലീഗ് മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങളും നിലപാടുകളും ഒന്നും കോൺഗ്രസ് ചെവിക്കൊണ്ടില്ല, അത് ആ തരത്തിൽ മുന്നോട്ട് പോയില്ല എന്നുള്ള വിലയിരുത്തലുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് UDF-ന് നിലമ്പൂരിൽ പ്രതികൂലമായാൽ ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗ് കോൺഗ്രസ് ഒരു വിള്ളൽ, അതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും എന്നതാണോ നിലവിലത്തെ ചർച്ചാ വിഷയം? ആര്യ, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിലെ PV അൻവർ UDF-നൊപ്പം നിൽക്കേണ്ടത് വലിയ അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് മുസ്ലിം ലീഗ് കരുതുന്നുണ്ട്. നിലമ്പൂരിൽ മാത്രമല്ല, മലബാറിൽ പലയിടങ്ങളിലും മലയോര മേഖലകളിലൊക്കെ PV അൻവറിൻ്റെ സ്വാധീനമുണ്ടെന്ന് ലീഗ് കരുതുന്നുണ്ട്. അതാണ് PV അൻവർ LDF വിട്ട് MLA സ്ഥാനം രാജിവെച്ചപ്പോൾ തന്നെ ലീഗ് അൻവറിനെ ഒപ്പം ചേർക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അൻവർ ഏത് കാര്യത്തിനും ലീഗിനെ ആയിരുന്നു ആദ്യം സമീപിച്ചിരുന്നത്. ലീഗിൻ്റെ പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് അൻവറിൻ്റെ പല നീക്കങ്ങളും ഉണ്ടായത്. അൻവറിനെ UDF-ൽ എടുക്കാൻ കഴിഞ്ഞ മാസം 2-ാം തീയതി ചേർന്ന UDF യോഗത്തിൽ തീരുമാനിച്ചു. അസോസിയേറ്റ് മെമ്പറായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനമെടുക്കുകയും അത് പ്രഖ്യാപിക്കാനുള്ള കാര്യം UDF ചെയർമാനെ നിർദ്ദേശിക്കുകയും ചെയ്തു അദ്ദേഹത്തോട്. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നം ഇത്രയും വഷളാവാനുള്ള കാരണമെന്നാണ് ലീഗിൻ്റെ ഒരു പ്രാഥമികമായിട്ട് വിലയിരുത്തലുണ്ടായിട്ടുള്ളത്. അതാണ് പിന്നീട് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറ്റിയത്. BD സതീശൻ്റെ ചില പിടിവാശികളാണ് ഈ ഒരു വിഷയം കൈവിട്ടു പോകാൻ ഉള്ള കാരണമെന്നാണ് ലീഗിൻ്റെ വിലയിരുത്തൽ. ലീഗ് ഇത്രയും ഗൗരവത്തിൽ ഒരു വിഷയം കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ചർച്ച ചെയ്തിട്ട് പോലും അതിനോട് സ്വീകരിച്ച ഒരു സമീപനം അത് ലീഗിനെയും ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം മുൻപൊക്കെ ലീഗ് ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പ് ഉണ്ടായിരുന്നു. അത് മാറിയ സാഹചര്യത്തിൽ പക്ഷേ ലീഗ് പലവട്ടം ശ്രമിച്ചിട്ടും ലീഗിൻ്റെ ഇടപെടൽ സജീവമായി ഉണ്ടായിട്ടും അത് ഫലത്തിലെത്തിച്ചില്ല എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടായ മറ്റൊരു വേദന. ആ കാര്യം ലീഗിനെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാൻ ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും ലീഗിനെ അലട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ PV അൻവർ മത്സരിക്കുമ്പോൾ അത് UDF-നെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിലും ലീഗിന് ആശങ്കയുണ്ട്. UDF ജയിക്കും, കൈമയും മറന്ന് പോരാടും എന്നെല്ലാം പറയുമ്പോഴും ഏതെല്ലാം മേഖലയിൽ നിന്ന് വോട്ടുകൾ അൻവറിന് ലഭിക്കുമെന്ന് ഇപ്പോഴും പറയാനാകില്ല. അതിൽ ചോരുന്ന വോട്ടുകളിൽ UDF-ൽ നിന്നുള്ളതും ഉണ്ടാകും എന്നൊരു വിലയിരുത്തലും ലീഗിനുണ്ട്. അപ്പോൾ കൈവശം ഉണ്ടായിരുന്ന ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തി ഈ ഒരു വിഷയം നീട്ടിക്കൊണ്ടുപോയി ഇതിനെ തുടർന്ന് എന്ന വിലയിരുത്തലാണ് പൊതുവെ ലീഗിനുള്ളത്. അതിലപ്പുറം ഈ ഒരു തർക്കം അത് കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു ആഭ്യന്തര വിഷയമായിട്ട് മാറുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഒട്ടും ലീഗിനും താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ലീഗ് ഇതൊരു പരസ്യമായിട്ട് UDF-ൻ്റെ ഒരു പ്രശ്നമായിട്ട് പരസ്യമായിട്ട് ഇക്കാര്യങ്ങൾ എവിടെയും ചർച്ച ചെയ്യില്ല. ഒരു തരത്തിലും ആ വിഷയത്തിൽ മറുപടിയും പറയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി ലീഗ് പ്രതികരിക്കും, നിലപാടെടുക്കും എന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDF-നെ വിചാരിച്ച മേൽക്കൈ കിട്ടിയില്ലെങ്കിൽ, UDF-ന് വിജയം നേടാൻ സാധിച്ചില്ലെങ്കിൽ അത് മുന്നണി ബന്ധങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ തീർക്കും. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിൻ്റെ വിധിയെഴുത്തായിട്ടായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുക. അപ്പോൾ ഇതിൽ LDF വിജയിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2
സർക്കാരുകൾക്കും പിന്തുണ ഉണ്ടായിരുന്നുവെന്നും UDFും മറ്റുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങളും ആക്ഷേപങ്ങളും അത് വെറുതെയായിരുന്നുവെന്നും അത് തുടർ ഭരണത്തിലേക്കുള്ള വഴിയൊരുക്കുമെന്നുമുള്ള വിലയിരുത്തലാകും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അത് ലീഗിൻ്റെ രാഷ്ട്രീയ നീക്കുപോക്കുകളെയും ബാധിക്കും. UDFിൽ ഭരണത്തിലില്ലാത്ത UDFിൽ തുടർച്ചയായിട്ട് 10 വർഷത്തിലധികം നിലനിന്നിട്ടും തിരിച്ചെത്താൻ കഴിയാത്തൊരു സാഹചര്യം ലീഗിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ലീഗ് ആ ഘട്ടത്തിൽ UDFിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ LDFിനൊപ്പം ചേരുന്നതിനെക്കുറിച്ച് പോലും ആലോചിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രമാത്രം ഗുരുതരമാണ് UDFിനുള്ളിൽ ഈ ലീഗിൻ്റെ അതൃപ്തി ഉണ്ടാക്കുന്ന തുടർ ചലനങ്ങൾ. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയും വരെ അത്തരത്തിൽ ഒരു പരസ്യ പ്രസ്താവനകൾക്കോ ചർച്ചകൾക്കോ ഇടം കൊടുക്കുകയില്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും, അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ലീഗിൻ്റെ തുടർ നീക്കങ്ങൾ. ഇപ്പോൾ ഇതൊരു ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിൻ്റെ മൊമെൻറ്റം കളയാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്യാനും ഈ ഒരു ഘട്ടത്തിൽ ലീഗ് ആലോചിക്കുന്നില്ല. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടത് ഇപ്പോൾ UDFിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി ആവശ്യമാണ്, അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിഷയം ചർച്ച ചെയ്യാതെ പരമാവധി ജയത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പോരാടുക. പക്ഷേ ഇതിലുള്ള അതൃപ്തി അത് കൃത്യമായിട്ട് അറിയിക്കേണ്ടവരെ ഇതിന് ശേഷം അറിയിക്കുക തന്നെ ചെയ്യും ലീഗ് എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും നിലമ്പൂരിൽ അനായാസം വിജയിച്ച് കയറാവുന്ന ഒരു സാഹചര്യം UDFിലെ ചില പ്രശ്നങ്ങൾ PV അൻവറുമായി കോൺഗ്രസ് നടത്തിയ ചർച്ചകളിലെ ഉണ്ടായ അപാകതകൾ, PV അൻവറിനെ ഉൾക്കൊള്ളേണ്ടതിനെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നതിൽ കാലതാമസമുണ്ടാക്കിയ പ്രശ്നങ്ങൾ, ഇതൊക്കെ അനായാസം വിജയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിനെ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു എന്ന വിലയിരുത്തൽ തന്നെയാണ് പൊതുവേ ഉള്ളത്. അത് എങ്ങനെ മറികടക്കുമെന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. UDF മുന്നണിക്കുള്ളിൽ തന്നെ ഇത് ഇത്തരത്തിൽ വലിയ പ്രശ്നമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു വിള്ളലിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേർന്നേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നത്. അനുമോദ്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഇടപെട്ടാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പതിവ് ധാരണ കൂടിയാണ് ഇവിടെ അൻവറിന്റെ കാര്യത്തിൽ തെറ്റിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ലീഗ് നേതൃത്വം ഇത്രത്തോളം ആവശ്യം ഉന്നയിച്ചിട്ടും അൻവറിനെ ഒപ്പം കൂട്ടണം, ഒരു അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിൽ പോലുമെങ്കിലും ഒപ്പം കൂട്ടണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടും അത് ചെവിക്കൊള്ളാതിരുന്നത്, പ്രത്യേകിച്ച് VD സതീശൻ അതിനോട് മുഖം തിരിച്ചത് എന്തുകൊണ്ടാകും? ലീഗിൻ്റെ ഏറ്റവും വലിയ ഒരു ആധിയും പരാതിയും VD സതീശൻ ഇതിനോട് കാണിച്ച സമീപനത്തിനാണ്. VD സതീശന് ഈ ഒരു വിഷയത്തിൽ ഒരു താല്പര്യക്കുറവ് ഉണ്ടായ പോലെ ലീഗിന് അനുഭവപ്പെടുന്നുണ്ട്. അതിലേക്ക് നയിച്ച കാരണം സീറ്റിനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളാണ്. PV അൻവർ ആദ്യം 2 സീറ്റുകൾ ആവശ്യപ്പെട്ടത് അത് UDFിന് നൽകാനാകില്ലെന്ന് പറഞ്ഞു. തുടർന്ന് സിറ്റിംഗ് സീറ്റാണ് അൻവർ വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സിറ്റിംഗ് സീറ്റ് വേണമെന്ന് അൻവറിൻ്റെ ആവശ്യം, അതും ഈ കോൺഗ്രസിനെ പ്രത്യേകിച്ച് VD സതീശന് അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സാഹചര്യമല്ല. ലീഗ് വേണമെങ്കിൽ സീറ്റ് നൽകിക്കോട്ടെ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ ലീഗിന് അത് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അൻവർ തൻ്റെ സിറ്റിംഗ് സീറ്റ് നൽകിയത് മുസ്ലിം ലീഗിനല്ല, കോൺഗ്രസിനാണ്. അപ്പോൾ കോൺഗ്രസിനാണ് അതിൻ്റെ ഉത്തരവാദിത്വമുള്ളത്. അങ്ങനെയാണെങ്കിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് എന്ന കാര്യത്തിലേക്ക് അൻവർ വരുമ്പോൾ അത് നൽകുവാനും കോൺഗ്രസിന് താല്പര്യം വരുന്നില്ല. അപ്പോൾ ഈ സീറ്റിനെ ചൊല്ലിയിട്ടുള്ള ഒരു തർക്കം അത് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് സാഹചര്യങ്ങളെ വഷളാക്കി VD സതീശന് അതിലൊരു കൃത്യമായ സൊല്യൂഷനിലേക്ക് എത്തുവാനും കഴിഞ്ഞിട്ടില്ല എന്നതായിരുന്നു ഈ വിഷയം ഇത്രയും നീണ്ടുപോകാനും ഇത്രയും ഗുരുതരമാകാനുമുള്ള ഒരു കാരണം ഒരു സിറ്റിംഗ് സീറ്റ് അൻവർ വിട്ടു നൽകിയിട്ടും അൻവറിന് വിജയസാധ്യതയുള്ളൊരു സീറ്റ് വാഗ്ദാനം ചെയ്യാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇങ്ങനെ വഴിതിരിഞ്ഞു പോകാനുള്ള ഒരു കാരണമായി വിലയിരുത്തുന്നതും. ഏതാണെങ്കിലും ഇനി അതേ വിഷയത്തെ ചൊല്ലിയാണ് ഇപ്പോൾ അൻവർ നെക്സസ് എന്ന വലിയ ആക്ഷേപം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. പിണറായി വിജയനും VD സതീശനും നെക്സസ് ആണെന്ന ഒരു ഗുരുതരമായ ആക്ഷേപത്തിലേക്ക് ഈ കാര്യങ്ങളെ എത്തിച്ചതും ഈ ഒരു VD സതീശൻ തീരുമാനമെടുക്കുന്നതിൽ വന്ന കാലതാമസമാണ്, അതിൻ്റെ പിന്നിലെ കാര്യങ്ങളുമാണ്. ആര്യ, തീർച്ചയായും അനുമോദ തുടരുക. അനുമോദിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ, എന്തായാലും ഈ രാഷ്ട്രീയ വിഷയം UDFിനകത്ത് ഇത്തരത്തിൽ പുകയുമ്പോഴും ഇനി നമ്മൾ നിലമ്പൂരിലെ ഒരു പൊതു ചിത്രത്തിലേക്ക് എത്തിയാൽ ഇന്ന് പത്രിക